അതിന് ശേഷമാണ് മാക്ലേൺ എന്ന പ്രൊജക്റ്റിൽ വന്നതും വളരെ കംഫർട്ടബിൾ ആയിട്ട് മന്ത്ലി ഏൺ ചെയ്യാനുള്ള ഒരു അവസരം എനിക്ക് ലഭിച്ചതും. അപ്പോൾ ഈ ഒരു വണ്ടർഫുൾ പ്രൊജക്റ്റ് ഇതിന്റെ അട്രാക്ഷൻ എന്തൊക്കെയാണെന്ന് നമുക്ക് മനസ്സിലാക്കാൻ വേണ്ടിയുള്ള ഈ ഒരു ഷോർട്ട് പ്രസന്റേഷനിലേക്ക് കടക്കാം. ഈ ഒരു പ്രൊജക്റ്റ് എങ്ങനെയാണ് ഒരു സാധാരണ ആൾക്കാരിലേക്ക് എത്തിയാൽ പ്രയോജനപ്പെടുന്നത് എന്നറിയാനുള്ള ഒരു ഷോർട്ട് പ്രസന്റേഷനാണിത്. അപ്പം ഈ ഒരു പ്രൊജക്റ്റിൽ അസോസിയേറ്റ് ചെയ്യുന്നതിലൂടെ നമുക്ക് ഇതിലൊരു ഫാമിലി ബിസിനസ് ആയിട്ട് മുന്നോട്ട് പോകാൻ കൊണ്ടുപോകാൻ ആഗ്രഹിക്കുന്നവർക്ക് ഇത് നല്ലൊരു ഓപ്പർച്യൂണിറ്റിയാണ്. അതായത് ഫാമിലി ബിസിനസ് എന്ന് പറയുമ്പം ഒരു ഏജ് കാറ്റഗറി ഇല്ലാതെ, അതായത് നമ്മുടെ പാരൻസിനാണെങ്കിലും നമ്മുടെ കുട്ടികൾക്കാണെങ്കിലും റിലേറ്റീവ്സിനാണെങ്കിലും ഏത് പ്രായക്കാർക്കും, അതായത് ഒരു സ്മാർട്ട് ഫോൺ ഉപയോഗിച്ച് അത് ഹാൻഡിൽ ചെയ്യാൻ ഉള്ള കാപ്പബിലിറ്റി ഉള്ള ആർക്കും ഈ ഒരു ബിസിനസ് ഇതിനെ ഏറ്റെടുത്ത് ഒരു ഫാമിലി ബിസിനസ് ആയിട്ട് തന്നെ കൊണ്ടുപോകാം. അതായത് പാരൻസിനാണെങ്കിലും ഇപ്പം നമുക്കറിയാം പല ഫീൽഡിലിരുന്ന് റിട്ടയർഡ് ആയ ആൾക്കാർക്ക് അവർക്ക് ഇപ്പോൾ റിട്ടയർഡ് ആയി കഴിയുമ്പോൾ അവരുടെ ലൈഫ് വളരെ ഒരു ആക്റ്റീവ് അല്ലാത്ത ഒരു മോഡിലോട്ട് പോകാനാണ് സാധ്യത. അത് തന്നെ ഒരു ബുദ്ധിമുട്ടാണ്. ഇപ്പൊ പബ്ലിക്കുമായിട്ട് റിലേറ്റഡ് ആയിട്ടുള്ള വർക്കൊക്കെ ചെയ്തിരിക്കുന്നവർക്ക് പെട്ടെന്ന് ഒരു ദിവസം വീട്ടിൽ അടഞ്ഞിരിക്കുക എന്ന് വെച്ചാൽ ഭയങ്കര ബുദ്ധിമുട്ടാണ്. അപ്പൊ അങ്ങനെയുള്ള ആൾക്കാർക്കൊക്കെ ഈ ഒരു ബിസിനസ് ഓപ്പർച്യൂണിറ്റി വളരെ നന്നായിട്ട്, ചിലപ്പോൾ അവർ സർവീസിൽ ഇരുന്നതിൽ നന്നായിട്ട് എൻജോയ് ചെയ്ത് ആക്റ്റീവായിട്ടിരിക്കാനും അതോടൊപ്പം തന്നെ ചിലപ്പോൾ നമുക്കിപ്പോൾ കിട്ടുന്ന പെൻഷൻ അതിനെ കഴിഞ്ഞും ഏൺ ചെയ്യാനുള്ള ഒരു നല്ല ഓപ്പർച്യൂണിറ്റിയാണിത്. പിന്നെ ഇത് നമുക്ക് അറിയാം, നമ്മൾ പല ജോലികൾ ചെയ്യുന്നവർ വളരെ സ്ട്രെസ്ഫുൾ ആയിട്ടുള്ള ഒരു രീതിയിലാണ് വർക്ക് കൊണ്ടുപോകുന്നത്. നമുക്ക് ഇഷ്ടമുള്ള ജോലി ആയിരിക്കണം എന്നില്ല. ഇപ്പം അങ്ങനെയാണെങ്കിൽ തന്നെ നമുക്ക് അതിനനുസരിച്ചുള്ള ഇൻകം നമുക്ക് കിട്ടണമെന്നില്ല. അപ്പൊ ആ ഒരു ലൈഫ് നമ്മളെ മന്ത്ലി ഇൻകം മീറ്റ് ചെയ്യാനുള്ള ആ ഒരു ബുദ്ധിമുട്ട് കൊണ്ട് നമുക്ക് ഒരു എക്സ്ട്രാ ഇൻകത്തിനെ പറ്റി നമ്മൾ ചിന്തിക്കുമായിരിക്കും. പക്ഷേ അതിൽ നമുക്ക് ഈ ടൈം ഇൻവെസ്റ്റ് ചെയ്യാനുള്ള ഒരു അവസരം ഉണ്ടാവില്ല. ഇല്ലെങ്കിൽ വേറെ എന്തെങ്കിലും ബുദ്ധിമുട്ടുകൊണ്ട് നമുക്കൊരു അഡീഷണൽ ഇൻകം ഉണ്ടാക്കുന്ന ഒരു ഓപ്പർച്യൂണിറ്റി നമ്മുടെ ലൈഫിൽ കണ്ടെത്തുക എന്നുള്ളത് വളരെ ബുദ്ധിമുട്ടാണ്. അപ്പൊ അങ്ങനെയുള്ള ആൾക്കാർക്ക് നല്ലൊരു ഓപ്പർച്യൂണിറ്റി ആണിത്. അതായത് ഇപ്പോൾ നമ്മൾ ചെയ്യുന്ന ഏത് ജോലികളാണെങ്കിലും അതിന്റെ കൂടെ വളരെ ഈസി ആയിട്ട് ഹാൻഡിൽ ചെയ്തുകൊണ്ട് നമുക്ക് അതിനനുസരിച്ച് തന്നെ നമ്മുടെ സാലറിക്ക് അനുസരിച്ച് തന്നെ ഒരു ഇൻകം, നമ്മൾ എത്രത്തോളം ടൈം സ്പെൻഡ് ചെയ്യുന്നു അതിനനുസരിച്ചുള്ള ഒരു ഇൻകം ഏൺ ചെയ്യാൻ പറ്റും. പിന്നെ ഇതൊരു ലോ റിസ്ക് ബിസിനസ് ആണ്. അതായത് നമ്മൾ അറിയാം ഏതൊരു ബിസിനസ് സ്റ്റാർട്ട് ചെയ്യണമെങ്കിൽ അത് അറ്റ്ലീസ്റ്റ് മിനിമം ഒരു 1 lakh എങ്കിലും ഇൻവെസ്റ്റ്മെന്റ് ഇല്ലാതെ നമുക്ക് ഈ കാലത്ത് ചിന്തിക്കാൻ പറ്റില്ല. അത് കഴിഞ്ഞാലും അതിന്റെ റിസ്ക് കൂടുതലാണ്. നമുക്ക് പ്രതീക്ഷിക്കാത്ത ചലഞ്ചസ് മീറ്റ് ചെയ്യേണ്ടി വരും. പിന്നെ നമുക്ക് അതിനകത്ത് നിന്ന് എന്താണ് റിട്ടേൺസ് എന്ന് നമുക്ക് ആദ്യമേ പറയാൻ പറ്റില്ല. അതുപോലെ പല റിസ്ക് എന്ന് പറഞ്ഞാണ് ഒരു പുതിയ ബിസിനസ് സ്റ്റാർട്ട് ചെയ്യുക എന്നുള്ളത്. അപ്പം ഇതിനെ സംബന്ധിച്ചാണെങ്കിൽ നമുക്കൊരു ലോ റിസ്ക് ബിസിനസ് ആയിട്ട് തന്നെ ഇതിനെ കൺസിഡർ ചെയ്യാം. അതായത് ഒരു 10,000 rupees നമ്മൾ ഇൻവെസ്റ്റ് ചെയ്യാൻ, അതായത് അത് കൊടുത്ത് നമ്മൾ ഈ ഒരു പ്രൊജക്റ്റിൽ അസോസിയേറ്റ് ചെയ്യുകയാണെങ്കിൽ നമുക്ക് മുന്നോട്ടുള്ള ഏത് രീതിയിലുള്ള ബുദ്ധിമുട്ടുകളും, അതായത് ഇൻവെസ്റ്റ് ചെയ്യാൻ നമുക്ക് ട്രേഡിങ്ങിന് വേണ്ടി ഇൻവെസ്റ്റ് ചെയ്യാൻ ഫണ്ടില്ലെങ്കിൽ കൂടി അതുവരെ കണ്ടെത്താനുള്ള ഒരു ബ്യൂട്ടിഫുൾ ഓപ്ഷൻസ് ഈ മാക്ലേൺ പ്രൊജക്റ്റ് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. പിന്നെ ഡിജിറ്റൽ പ്ലാറ്റ്ഫോം ബിസിനസ് ആണ്. നമുക്കറിയാം ഇപ്പം എല്ലാവരും സ്മാർട്ട് ഫോൺ യൂസ് ചെയ്യുന്നവരാണ്. അതുകൊണ്ട് ഒരു ഗൂഗിൾ പേ ഹാൻഡിൽ ചെയ്യാനുള്ള ഒരു ടെക്നിക്കൽ സ്കില്ല് മാത്രം മതി ഇതിന് ഈ ഒരു ബിസിനസ് സ്റ്റാർട്ട് ചെയ്ത് നമുക്ക് പടിപടിയായി അത് പഠിച്ച് നല്ല രീതിയിൽ ഏൺ ചെയ്യാം. പിന്നെ കരിയർ ഓപ്പർച്യൂണിറ്റി ഫോർ ചിൽഡ്രൻ, അത് നമുക്കറിയാം കുട്ടികൾക്കാണെങ്കിലും ഡെയിലി എക്സ്പെൻസസ് മീറ്റ് ചെയ്യാനും ഇല്ലെങ്കിൽ അവരുടെ ഫീസിന് അവരുടെ എന്തെങ്കിലും അഡീഷണൽ കോഴ്സ് ചെയ്യാനോ അങ്ങനെ എന്തിനു വേണമെങ്കിലും ഉള്ള ഒരു ഇൻകം കണ്ടെത്താൻ വേണ്ടി കുട്ടികൾക്കാണെങ്കിലും ഈ അവസരം ഉപയോഗപ്പെടുത്താവുന്നതാണ്. അതായത് അവരുടെ സ്റ്റഡീസിനെ ഒന്നും ബാധിക്കാത്ത രീതിയിൽ അവരുടെ ഒരു ഇൻകം കണ്ടെത്താം. അപ്പൊ ഇവിടെ മാത്രമേ ഉള്ളൂ ഇങ്ങനെ ഒരു സിസ്റ്റം. അതായത് ഇത്രയും എത്ര വലുതായാലും നമ്മൾ പാരന്റ്സിനെ ഡിപ്പെൻഡ് ചെയ്ത് നമ്മുടെ കാര്യങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകുന്ന സിസ്റ്റം ഇവിടെയാണ് കൂടുതൽ. അതിപ്പം ഓപ്പർച്യൂണിറ്റീസും നമുക്ക് ധൈര്യമായിട്ട് കുട്ടികളെ പറഞ്ഞു വെക്കാനുള്ള ഒരു പാർട്ട് ടൈം ജോബിലൊക്കെ പറഞ്ഞു വെക്കാനുള്ള ഓപ്പർച്യൂണിറ്റീസ് ഇവിടെ കുറവാണ്. അപ്പോൾ ആ ഒരു സിസ്റ്റത്തിനെയൊക്കെ നമുക്ക് നന്നായിട്ട് ഹാൻഡിൽ ചെയ്യാം. അവരെ ഒരു മണി മാനേജ്മെന്റ് നമ്മുടെ രീതിയിൽ തന്നെ അവർ പഠിപ്പിച്ചെടുക്കാം. അങ്ങനെയൊക്കെയുള്ള രീതിയിൽ ചിന്തിക്കുമ്പോൾ ഇത് കുട്ടികൾക്കാണെങ്കിലും നല്ല രീതിയിലുള്ള ഒരു ഓപ്പർച്യൂണിറ്റിയാണ്. പിന്നെ ഇതൊരു ഹോം ബേസ്ഡ് ബിസിനസ് ആണ്. നമുക്ക് വീട്ടിലിരുന്ന് തന്നെ നമ്മുടെ കാര്യങ്ങളെല്ലാം ഇപ്പം എന്തൊക്കെ ചെയ്യുന്നു എന്നുള്ള രീതിയിൽ അതിന്റെ കൂടെ തന്നെ നന്നായിട്ട് കൊണ്ടുപോകാം. നമുക്ക് പുറത്തിറങ്ങി പോകുകയോ അല്ലെങ്കിൽ ടൈം വേസ്റ്റ് ആയിട്ട് എന്തെങ്കിലും ചെയ്യുകയോ ഒന്നും വേണ്ട. നമുക്ക് ഇത് 24 hour ബിസിനസ് ആണ്. അപ്പോൾ ഏത് സമയത്താണ് നമ്മൾ അവൈലബിൾ, നമ്മൾ കംഫർട്ടബിൾ ആവുന്ന ഏത് സമയത്താണ് ആ സമയത്തൊക്കെ നമുക്ക് ഈ ഒരു പ്രൊജക്ട് കോൺസെൻട്രേറ്റ് ചെയ്ത് നമുക്ക് ഇൻകം ഏൺ ചെയ്യാവുന്നതാണ്.
ഈ ഒരു സ്ലൈഡ് നോക്കുകയാണെങ്കിൽ നമ്മൾ കുതിച്ചുയർന്ന തൊഴിലില്ലായ്മ നിരക്കിനെ പറ്റിയാണ്. അപ്പം നമ്മൾ ആ ഒരു പ്രതിസന്ധി നമ്മളെല്ലാവരും ഫേസ് ചെയ്തിട്ടുള്ളതാണ്. ഇനി അത് കൂടുതലായിട്ട് ആ ഒരു നിരക്ക് കൂടിക്കൊണ്ട് വരികയുള്ളൂ. എന്താണെന്ന് വെച്ചാൽ ബേസ്ഡ് കാര്യങ്ങളും പിന്നെ പുറത്തോട്ടുള്ള മൈഗ്രേഷൻ്റെ ഒക്കെ ഒരു ലിമിറ്റ് വരുന്നത് കൊണ്ട് നമുക്ക് ഇനി നമ്മൾ ഇത് തന്നെ ഫേസ് ചെയ്യേണ്ടി വരും. അപ്പം നമ്മൾ ഓരോ കാലത്തിനനുസരിച്ച് മാറുന്ന ട്രെൻഡുകൾ അത് നമ്മൾ ആക്സെപ്റ്റ് ചെയ്യുക, അതിൽ ഇൻവോൾവ് ആവുക, അത് മാക്സിമം യൂട്ടിലൈസ് ചെയ്യുക എന്നുള്ളതാണ് നമുക്ക് ചെയ്യാൻ പറ്റുന്നത്. അപ്പം കറണ്ട് ട്രെൻഡ് വെച്ച് നമ്മളിപ്പോൾ സോഷ്യൽ മീഡിയാസിലും ഇന്റർനെറ്റിന്റെ ഈ ഒരു സാധ്യത ഉപയോഗപ്പെടുത്തി നമ്മൾ ആ രീതിയിൽ ഇതിനെ മാക്സിമം യൂട്ടിലൈസ് ചെയ്യുക. അതായത് ഇപ്പം സാധാരണ കാണുന്ന ഒരു ട്രഡീഷണൽ ബിസിനസ് കഴിഞ്ഞ് നമ്മൾ ഓൺലൈൻ ബിസിനസ്സുകളാണ് ഇപ്പം നന്നായിട്ട് പോകുന്നത്. അപ്പം എന്താണ് ഓരോ സമയത്തെയും ട്രെൻഡ്, അതിനനുസരിച്ച് നമ്മളത് മനസ്സിലാക്കി ആ ഒരു ഓപ്പർച്യൂണിറ്റി നമ്മുടെ ലൈഫിൽ കൊണ്ടുവരുന്ന നമുക്ക് അത്രയും നല്ല രീതിയിലുള്ള ഒരു പ്രോഫിറ്റ് ഉണ്ടാക്കാനും നമ്മുടെ സ്ട്രെസ്ഫുൾ ലൈഫിലെ പ്രശ്നങ്ങളൊക്കെ ഒരു പരിധിവരെ കുറയ്ക്കാനും ഒക്കെ നമുക്ക് സഹായിക്കും. അപ്പം ഇതിൽ നോക്കുവാണെങ്കിലും ഈ കുട്ടികളൊക്കെ ചെറിയ ഇൻവെസ്റ്റ്മെന്റിൽ സ്റ്റാർട്ട് ചെയ്യുന്ന ബിസിനസ് ആയിരിക്കും, അല്ലെങ്കിൽ അവരുടെ ഒരു ഇൻട്രസ്റ്റിംഗ് ഏരിയ കണ്ടെത്തി അതിൽ എക്സ്പ്ലോർ ചെയ്ത് അവർ നല്ല രീതിയിലൊരു ബിസിനസ്സിലോട്ട് വളർന്നു വരുവാണ്. ഇപ്പം ഇത് കണ്ടില്ലേ, 7 സെക്കൻഡിനുള്ളിൽ രോഗം കണ്ടെത്തുന്ന ആണ് ആ ഒരു കുട്ടി വികസിപ്പിച്ചെടുത്തിരിക്കുന്നത്. പിന്നെ എന്താണ്, സ്വന്തം ഫാദറിനെയാണ് ഒരു കുട്ടി അതിനകത്ത് എംപ്ലോയി ആയി വെച്ചിരിക്കുന്നത്. അപ്പം ഇവരൊക്കെ ആ സോഷ്യൽ മീഡിയ അല്ലെ ഇന്റർനെറ്റിന്റെ സഹായത്തോടെ അവരുടെ സ്കില്ല് കണ്ടെത്തി അതിനെ നന്നായിട്ട് ഡെവലപ്പ് ചെയ്ത് കൊണ്ടുവന്ന് പിന്നെ കോടികളുടെ ടേൺ ഓവറുള്ള ഒരു ബിസിനസ്സിലേക്ക് മാറ്റിയെടുത്തിട്ടുള്ളവരാണ്. അപ്പൊ ഈ ഒരു കറണ്ട് ട്രെൻഡ് മനസ്സിലാക്കി നമുക്ക് ചെയ്യാൻ പറ്റുന്ന ആ ഒരു രീതിയിൽ നമ്മൾ അതിനെ മാക്സിമം യൂട്ടിലൈസ് ചെയ്യുന്നതാണ് നല്ലത്. പിന്നെ ഈ ഒരു ബിസിനസ് എന്തുകൊണ്ടാണ് യൂണീക്ക് ആവുന്നതെന്ന് വെച്ചാൽ ഇത് മാക്ലേൺ ടീം, അതായത് ഇതൊരു എഡ്യൂക്കേഷണൽ പ്ലാറ്റ്ഫോം ആണ്. അപ്പം മാക്ലേൺ പ്രൊവൈഡ് ചെയ്യുന്ന ക്ലാസ്സസുകൾ, ട്രെയിനിങ്ങുകൾ, ലൈവ് സെഷൻസ് എല്ലാം അറ്റൻഡ് ചെയ്ത് നമുക്ക് നമ്മുടെ ട്രേഡിങ് സ്റ്റാർട്ട് ചെയ്യാം. അതോടൊപ്പം തന്നെ നമ്മുടെ കമ്മ്യൂണിറ്റി ബിൽഡിംഗ് സൈഡ് നമുക്ക് വളരെ നന്നായിട്ട് കൊണ്ടുപോകാം. അതിന് വേണ്ട എല്ലാ ഗൈഡൻസും നമുക്ക് ഈ ഒരു എഡ്യൂക്കേഷണൽ പ്ലാറ്റ്ഫോമിൽ നമ്മൾ അസോസിയേറ്റ് ചെയ്യുന്നതോടെ നമുക്ക് ലഭിക്കുന്നതാണ്. അപ്പം മാക്ലേൺ എന്ന് പറഞ്ഞ ടീമിന്റെ ഒഫീഷ്യൽ പാർട്ട്നേഴ്സ് ആണ് ബൈബിറ്റ്, ബിറ്റ്ഗെറ്റ് എന്ന് പറയുന്ന 2 ക്രിപ്റ്റോ എക്സ്ചേഞ്ചസ്. അപ്പം ഈ 2 എക്സ്ചേഞ്ചസും യൂസ് ചെയ്താണ് നമ്മൾ ട്രേഡിങ് സ്റ്റാർട്ട് ചെയ്യുന്നത്. പിന്നെ ബൈബിറ്റ് എന്ന് പറയുന്നത് വേൾഡിലെ 5th റാങ്കിലുള്ള ക്രിപ്റ്റോ എക്സ്ചേഞ്ച് ആണ്. 6th റാങ്കിലുള്ള ക്രിപ്റ്റോ എക്സ്ചേഞ്ച് ആണ് ബിറ്റ്ഗെറ്റ്. ബൈബിറ്റ് എന്ന് പറയുന്നത് FIO ക്ലിയറൻസ് എല്ലാം കംപ്ലീറ്റ് ചെയ്തിരിക്കുന്നതാണ്. അപ്പോൾ ആദ്യം നമ്മൾ സ്റ്റാർട്ട് ചെയ്യുന്നത് ബിറ്റ്ഗെറ്റിലാണെങ്കിലും ഇപ്പോൾ അതിൻ്റെ ഒരു ഡിലേ, FIO ക്ലിയറൻസ് ഡിലേ കാരണമാണ് നമ്മൾ ബൈബിറ്റ് എന്നുള്ള ക്രിപ്റ്റോ എക്സ്ചേഞ്ച് ഡൗൺലോഡ് ചെയ്ത് അതിൽ ട്രേഡിംഗ് ഇപ്പം സ്റ്റാർട്ട് ചെയ്തിരിക്കുന്നത്. അപ്പം ഈ ഒരു മാക്ലേൺ പ്രൊജക്റ്റിൽ അസോസിയേറ്റ് ചെയ്യുന്നതിലൂടെ നമുക്ക് ഈ ഒരു 2 എക്സ്ചേഞ്ചസിൻ്റെ സർവീസ് മാക്സിമം യൂട്ടിലൈസ് ചെയ്ത് ട്രേഡിങ്ങിൽ അത്രയും പ്രോഫിറ്റ് ഏൺ ചെയ്യാനുള്ള ഒരു ഫെസിലിറ്റി പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. പിന്നെ ബിറ്റ്ഗെറ്റ് എന്ന് പറയുന്നത് കോപ്പി ട്രേഡിംഗിലെ പയനിയർ എന്നാണ് അറിയപ്പെടുന്നത്. അതായത് നമ്മൾ ഇതിനകത്ത് പ്രൊഫഷണൽ ട്രേഡേഴ്സിന്റെ സ്കിൽസ് അത് നമുക്ക് മാക്സിമം നമ്മളുടെ ഇൻവെസ്റ്റ്മെന്റിൽ കൂടി കോപ്പി ചെയ്യാവുന്ന ഒരു ഫെസിലിറ്റി മാക്ലേൺ അതായത് ഈ ബിറ്റ്ഗെറ്റിൽ ട്രേഡ് ചെയ്യുന്നതിലൂടെ നമുക്ക് ലഭിക്കുന്നതാണ്. അതായത് നമ്മളുടെ ഇൻവെസ്റ്റ്മെന്റ് നമ്മളുടെ വാലറ്റിൽ തന്നെ സേഫ് ആയിട്ട് വെച്ചുകൊണ്ട് ഇതിനകത്ത് എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള ട്രേഡേഴ്സിന്റെ അവരുടെ ആ ഒരു ട്രേഡിംഗ് സ്കിൽ അല്ലെ ആ ഒരു ട്രേഡിംഗ് സ്ട്രാറ്റജീസ് നമ്മളുടെ ഇൻവെസ്റ്റ്മെന്റിൽ നമുക്ക് അപ്ലൈ ചെയ്യാം. അപ്പോൾ ഒരു പുതുതായിട്ട് അസോസിയേറ്റ് ചെയ്യുന്ന ഒരാൾക്ക് നമ്മൾ ആ മാർക്കറ്റ് അനാലിസിസ് ഒരു ഡീപ്പ് നോളജ് നേടിയെടുക്കാൻ കുറച്ച് ഒരു ഡിലേ ഉണ്ട്. അപ്പോൾ ആ ടൈമിൽ നമുക്ക് ഈ ഒരു കോപ്പി ട്രേഡിംഗ് ഫെസിലിറ്റി യൂസ് ചെയ്ത് നമ്മൾ ലേൺ ചെയ്യുന്നതിൻ്റെ കൂടെ തന്നെ ഏൺ ചെയ്യാനുള്ള ഒരു ബ്യൂട്ടിഫുൾ ഓപ്പർച്യൂണിറ്റി ബിറ്റ്ഗെറ്റിൽ അതായത് ഈ ഒരു പ്രൊജക്റ്റിൽ അസോസിയേറ്റ് ചെയ്യുന്നതിലൂടെ നമുക്ക് ലഭിക്കും. അതുപോലെ തന്നെ ഈ പ്രൊഫഷണൽ ട്രേഡേഴ്സിന്റെ വണ്ടർഫുൾ ആയിട്ടുള്ള എക്സ്പീരിയൻസ് ഷെയറിങ്ങും അതുപോലെ തന്നെ നമുക്ക് എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ നമ്മൾ ഈവൻ സ്ക്രീൻ ഷെയർ ചെയ്തിട്ട് അത് ക്ലിയർ ചെയ്യാനുള്ള ഓപ്പർച്യൂണിറ്റി എല്ലാം ഈ ഒരു ലൈവ് ട്രെയിനിങ് സെഷൻസിൽ നമുക്ക് ലഭിക്കുന്നതാണ്. ഇപ്പം മാക്ലേൺ പ്രോജക്റ്റിന്റെ ഒരു ബ്യൂട്ടി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിൽ ലൈവ് ട്രെയിനിങ് സെഷൻസ് അവൈലബിൾ ആണ്. അതായത് മോർണിംഗ്
6:30 തൊട്ട് സ്റ്റാർട്ട് ചെയ്യുന്നത് 10:30 വരെ പല ടൈമിങ്ങുകളിലായിട്ട് നമ്മൾ മീറ്റിംഗ് കണ്ടക്ട് ചെയ്യുന്നുണ്ട്. അതിൽ 6:30 മീറ്റിംഗ് ആണ് ട്രേഡിംഗ് ബേസ്ഡ് ആയിട്ടുള്ള ക്ലാസ്സസ് നടക്കുന്നത്. അതുകൂടാതെ തന്നെ ഓഫ്ലൈൻ ട്രെയിനിങ്സ് ഉണ്ട്. പിന്നെ നമുക്ക് എന്ത് ഡൗട്ട് ഉണ്ടെങ്കിലും അത് ക്ലിയർ ചെയ്യാനും, ഏത് സൈഡിലാണ്, ഇപ്പോൾ കമ്മ്യൂണിറ്റി ബിൽഡിങ്ങിന്റെ സൈഡിലാണെങ്കിലും നമുക്ക് എന്താണ് ബ്ലോക്ക് വരുന്നത്, അല്ലെങ്കിൽ നമുക്ക് എന്താണ് മുന്നോട്ട് പോകാൻ തടസ്സമായിട്ടുള്ളത്, അതൊക്കെ നമുക്ക് ക്ലിയർ ചെയ്ത് മുന്നോട്ട് പോകാനുള്ള ഗൈഡൻസും അഡ്വൈസസും ഒക്കെ നൽകാൻ പറ്റിയ ലീഡേഴ്സാണ് ഈ ഒരു പ്രൊജക്റ്റിൽ ഇൻവോൾവ് ആയിട്ടുള്ളത്. പിന്നെ ഈ ഒരു സ്ലൈഡിൽ കാണുന്നത് ഇതൊരു എവരിഡേ പ്രോഫിറ്റ് ആണ്. ഇതിലും ഇപ്പം സ്പോട്ട് ട്രേഡിങ്ങിന്റെ ഒരു ഡേ പ്രോഫിറ്റ് ആണ് ഇത് കാണിക്കുന്നത്. പക്ഷേ ഇപ്പൊ ഫ്യൂച്ചർ ട്രേഡിങ്ങോ കോപ്പി ട്രേഡിങ്ങോ ഒക്കെ സ്റ്റാർട്ട് ചെയ്തതിലൂടെ ഇതിന്റെ എത്രയോ മടങ്ങ് ഇൻകമാണ് ഓരോ ആൾക്കാരും, ഇതിൽ അസോസിയേറ്റ് ചെയ്തിരിക്കുന്ന ഓരോ ആൾക്കാരും ഏൺ ചെയ്യുന്നത്. ഈ ഒരു വണ്ടർഫുൾ പ്രൊജക്റ്റിൽ നമുക്ക് അസോസിയേറ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ നമ്മൾ $100 ഇൻവെസ്റ്റ് ചെയ്യുക. അതായത് 10,000 റുപ്പീസ് കൊടുത്ത് നമ്മൾ ഇതിനകത്ത് അസോസിയേറ്റ് ചെയ്യാം. അതുപോലെ നമ്മൾ ആരാണ് നമ്മളെ ഈ ഒരു പ്രൊജക്റ്റിനെ കുറിച്ച് ഇൻട്രൊഡ്യൂസ് ചെയ്തത്, അവരുടെ റെഫറൽ ലിങ്ക് വെച്ച് നമ്മൾ മാക്ലേൺ എന്ന് പറയുന്ന ഈ ഒരു ആപ്പിൽ രജിസ്റ്റർ ചെയ്യുക. അതിനുശേഷം നമ്മൾ ആക്ടിവേറ്റ് ചെയ്യുക. അതിനുശേഷം നമുക്ക് ബിറ്റ്ഗെറ്റ് എന്നുള്ള അല്ലെ ബൈബിറ്റ് എന്നുള്ള എക്സ്ചേഞ്ച് ഡൗൺലോഡ് ചെയ്ത് ട്രേഡിംഗ് ആരംഭിക്കാം. അതിന്റെ ഫസ്റ്റ് സ്റ്റെപ്പ് എന്ന് പറയുന്നത് നമ്മൾ 6:30 AM മീറ്റിംഗ്സ് കണ്ടിന്യൂസ് ആയിട്ട് അറ്റൻഡ് ചെയ്യാൻ ശ്രമിക്കുക എന്നുള്ളതാണ്. പിന്നെ കഴിയുന്നത്ര ബാക്കിയുള്ള മീറ്റിങ്ങുകളും നമുക്ക് അറ്റൻഡ് ചെയ്യാവുന്നതാണ്. അപ്പം 8:30 ടൈമിലൊക്കെ നമ്മളെ ഈ ഒരു പ്രൊജക്ടിന്റെ എല്ലാ ബെനിഫിറ്റ്സുകളും എക്സ്പ്ലെയിൻ ചെയ്യുന്നതുകൊണ്ടുള്ള പ്രസന്റേഷൻസ് ഉണ്ട്. അതുകൂടാതെ 2:30, 5:30, 7:30 അങ്ങനെയുള്ള ടൈമുകൾ, 10:30, 10 o'clock അങ്ങനെയുള്ള പല ടൈമുകളിലും നമുക്ക് ചെറിയ ചെറിയ ക്ലാസ്സസുകളോ ഒക്കെ ഉണ്ട്. അപ്പോൾ ഏത് ഡൗട്ട് വേണമെങ്കിലും നമുക്ക് ലീഡേഴ്സിനോട് ചോദിച്ച് ക്ലിയർ ചെയ്തെടുക്കാം. പിന്നെ ഇതിന്റെ ഒരു ഇൻകം എന്ന് പറയുന്നത് നമുക്ക് ഇൻവെസ്റ്റ്മെന്റിനെ ബേസ് ചെയ്ത് 1% to 5% നമുക്ക് ഡെയിലി ഏൺ ചെയ്യാം. അതുകൂടാതെ 30%, 50% മന്ത്ലി ഏൺ ചെയ്യാനുള്ള ഒരു ഓപ്പർച്യൂണിറ്റിയും ഉണ്ട്. പിന്നെ ഇതിനകത്ത് നെക്സ്റ്റ് വരുന്നത് ഒരു റെഫറൽ ഇൻകം ആണ്. അതായത് നമ്മൾ ഇതിനകത്ത് അസോസിയേറ്റ് ചെയ്ത് നമുക്ക് ഈ ഒരു ഓപ്പർച്യൂണിറ്റി നല്ലതാണെന്ന് തോന്നി, നമ്മൾ അതിനകത്ത് കോൺഫിഡന്റ് ആയി എന്നുണ്ടെങ്കിൽ നമ്മൾ ചെയ്യാൻ പോകുന്നത് നമുക്ക് ഇത് ആവശ്യമുള്ള ആൾക്കാരിലേക്ക് നമ്മൾ ഇൻട്രൊഡ്യൂസ് ചെയ്യാന്നുള്ളതാണ്. അപ്പം അതിലൂടെ നമുക്ക് ലഭിക്കുന്ന റെഫറൽ ഇൻകം അത് ഒരു ഏണിങ്സ് ആയിട്ട് കൺസിഡർ ചെയ്യാം. അതായത് 5 പേരെ നമ്മൾ ഒരു മന്തിൽ റെഫർ ചെയ്യുകയാണെങ്കിൽ നമുക്ക് ടോട്ടൽ 15,000 റുപ്പീസ് ഏൺ ചെയ്യാവുന്നതാണ്. അതായത് ഒരാളെ മാക്ലിൻ എന്ന പ്രൊജക്റ്റിലോട്ട് അസോസിയേറ്റ് ചെയ്യുന്നതിലൂടെ നമുക്ക് $30 ആണ് മാക്ലിൻ പ്രൊവൈഡ് ചെയ്യുന്നത്. അതായത് അറൌണ്ട് 3,000 റുപ്പീസ് ആണ്. അപ്പം 5 പേരെ റെഫർ ചെയ്ത് നമ്മൾ 6th പേഴ്സണെ അസോസിയേറ്റ് ചെയ്യുന്ന ആ ഒരു ടൈമിൽ നമുക്ക് ലഭിക്കുന്നത് $40 ആണ്. അപ്പൊ ഇതുപോലെ നമ്മൾ റെഫർ ചെയ്തും കൂടുതൽ ആൾക്കാർ നമ്മുടെ ടീമിലോട്ട് വന്ന് നമ്മുടെ ടീം സ്ട്രെങ്ത് ഒരു 25 ആകുവാണെങ്കിൽ നമ്മൾ മാക്ലിൻ പ്രൊവൈഡ് ചെയ്യുന്ന ഒരു അംബാസഡർ ലെവൽ എന്ന് പറയുന്ന ഒരു റാങ്കിങ് സിസ്റ്റത്തിലോട്ട് വരുവാണ്. അതായത് നമുക്ക് പിന്നെയുള്ള റെഫറൽ ഇൻകം എന്ന് പറയുന്നത് $45 ആണ്. അത് കൂടാതെ തന്നെ നമ്മൾ ആ ഒരു റാങ്കിങ് സിസ്റ്റത്തിലെ ഏത് ലെവൽ അച്ചീവ് ചെയ്താലും നമുക്ക് ഒരു സെക്യൂർ ഇൻകം, മന്ത്ലി ഒരു ഇൻകം സാലറി പോലെ ഒരു മന്ത്ലി ഇൻകം ഏൺ ചെയ്യാനുള്ള ഒരു ഓപ്പർച്യൂണിറ്റി കൂടിയുണ്ട്. അപ്പം ഇത് അംബാസഡർ എന്ന് പറയുന്നത് മാക്ലിൻ പ്രൊവൈഡ് ചെയ്യുന്ന റാങ്കിങ് സിസ്റ്റത്തിൽ ഒരു ലോ ലെവലാണ്. അത് കഴിഞ്ഞ് മില്യണർ, ബില്യണർ, ട്രില്യണർ അങ്ങനെ പല ലെവൽസും ഉണ്ട്. അത് നമുക്ക് $60 വരെയൊക്കെ ജസ്റ്റ് ഒരു റെഫർ ചെയ്തത് കൊണ്ട് നമുക്ക് ഏൺ ചെയ്യാൻ പറ്റുന്ന ഓപ്പർച്യൂണിറ്റി വരെ മാക്ലിൻ പ്രൊവൈഡ് ചെയ്യുന്നത്. പിന്നെ നമുക്ക് അതർ സ്കിൽസ് ഡെവലപ്പ് ചെയ്യാനുള്ള ഒരു വണ്ടർഫുൾ ഓപ്പർച്യൂണിറ്റിയാണ്. അതായത് നമ്മളെ സെയിൽസ് സ്കില്ലും മാർക്കറ്റിംഗ് സ്കിൽസ് എല്ലാം നമുക്ക് ഈ ഒരു പ്ലാറ്റ്ഫോമിൽ അസോസിയേറ്റ് ചെയ്യുന്നതിലൂടെ നമുക്ക് ഡെവലപ്പ് ചെയ്തെടുക്കാം. അതായത് നമുക്ക് ഒരാളെ ഇൻട്രൊഡ്യൂസ് ചെയ്യാൻ, അതായത് ഈ ഒരു പ്രൊജക്റ്റ് എന്താണെന്ന് ഒരാളുടെ അടുത്ത് പറയണമെന്നുണ്ടെങ്കിൽ ഇല്ലെങ്കിൽ അങ്ങനെയുള്ള പ്രശ്നങ്ങൾ, അതായത് നമുക്ക് സബ്ജക്ട് ഓറിയന്റഡ് ആയിട്ട് അതിനെ ഇൻട്രൊഡ്യൂസ് ചെയ്യാൻ എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടെങ്കിൽ, ഇല്ലെങ്കിൽ നമ്മുടെ ആ ഒരു കമ്മ്യൂണിറ്റി ബിൽഡിംഗ് സൈഡിൽ നമുക്ക് ഡെവലപ്പ് ചെയ്ത് മുന്നോട്ട് പോകാൻ എന്തെങ്കിലും ഒരു ബുദ്ധിമുട്ടുണ്ടെങ്കിൽ അതെല്ലാം നമുക്ക് ഇവിടെ വന്ന് ക്ലിയർ ചെയ്യാം. അതിനുള്ള ഗൈഡൻസ് അഡ്വൈസസ് ഒക്കെ തരാൻ പറ്റിയ ലീഡേഴ്സ് നമുക്കുണ്ട്. അപ്പം ആ ഒരു സ്കിൽസ് എല്ലാം നമുക്ക് ഡെവലപ്പ് ചെയ്തെടുക്കാം. പിന്നെ ഈ പറഞ്ഞതുപോലെ ഇത് ലോ ഇൻവെസ്റ്റ്മെന്റ് പോകുന്ന ഒരു ബിസിനസ് ആണ്. അത് 10,000 റുപ്പീസ് കൊടുത്ത്
നമ്മൾ ഇതിനകത്ത് അസോസിയേറ്റ് ചെയ്യുകയാണെങ്കിൽ ഈവൻ നമുക്ക് ഇൻവെസ്റ്റ് ചെയ്യാം, ട്രേഡ് ചെയ്യാനുള്ള മണി കണ്ടെത്താൻ വേണ്ടി തന്നെ നമുക്ക് ഈ റെഫറൽ ഇൻകം യൂസ് ചെയ്യാം. അതായത് 5 പേരെ ഒരു മാസം റെഫർ ചെയ്ത് കഴിഞ്ഞാൽ തന്നെ നമുക്ക് 15,000 റുപ്പീസ് ട്രേഡിങ്ങിന് വേണ്ടി ഇൻവെസ്റ്റ് ചെയ്യാനുള്ളത് ഏൺ ചെയ്തെടുക്കാനുള്ള ഓപ്പർച്യൂണിറ്റി ഉണ്ട്. പിന്നെ ഏത് ടൈമിൽ വേണമെങ്കിലും നമുക്ക് ട്രെയിനിങ് അറ്റൻഡ് ചെയ്യാം. അതായത് 10,000 റുപ്പീസ് കൊടുത്തു എന്നുള്ളതുകൊണ്ട് ഒരു ഡ്യൂറേഷൻ ഇല്ല. 3 മന്ത്സ് 5 മന്ത്സ് മാത്രമേ നമുക്ക് ഈ ഒരു കോഴ്സ് അറ്റൻഡ് ചെയ്യാൻ പറ്റുള്ളൂ. അങ്ങനെയില്ല, നമ്മൾ പഠിക്കുന്നത് വരെ ഏത് ടൈമിലൊക്കെ നമ്മൾ അവൈലബിൾ ആണ് ആ ടൈമിലൊക്കെ നമുക്ക് ഈ ഒരു മീറ്റിംഗ് അറ്റൻഡ് ചെയ്ത് നമുക്ക് എത്രയും പെട്ടെന്ന് നമ്മളെ ട്രേഡിംഗ് സ്കില്ലും നമ്മളെ പേഴ്സണൽ സ്കിൽസും ഒക്കെ ഡെവലപ്പ് ചെയ്ത് എടുക്കാവുന്നതാണ്. പിന്നെ പറഞ്ഞതുപോലെ റെഫർ ആൻഡ് ഏൺ എന്നുള്ളതാണ്. അതായത് റെഫറൽ ഇൻകം വഴിയും ട്രേഡിംഗ് കൂടാതെ തന്നെ നമുക്ക് റെഫറൽ ഇൻകം വഴിയും ട്രേഡിങ്ങിനെ കഴിഞ്ഞ് നല്ലൊരു എമൗണ്ട്, ഒരു ഫിക്സ്ഡ് എമൗണ്ട് നമ്മുടെ മന്ത്ലി ഇൻകത്തിലോട്ട് ആഡ് ചെയ്യാൻ പറ്റും. ഓക്കെ, താങ്ക് യു. ഓക്കെ, താങ്ക് യു.